ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ ഞങ്ങൾ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജായി ആവശ്യം അറിയിക്കുക. ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത്. അതിന് ചാനൽ ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക. ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. മെസ്സേജായി അറിയിക്കുക. പരിഹാര മാർഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള ഒരു കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡുമായി എത്തിയിരിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം. പറയുന്നതെല്ലാം വലിയ പ്രാധാന്യമുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ഓരോ നക്ഷത്രക്കാർക്കും രാശിക്കാർക്കും ഒക്കെ ഉയർന്നു പോകാൻ കഴിയുന്ന ഒരു അവസരം അല്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന സമയം വന്നിരിക്കുന്നു എന്ന് അറിയിക്കുകയാണ് വാസ്തവത്തിൽ നമ്മളിതിലൂടെ ചെയ്യുന്നത്. ആ വന്നിരിക്കുന്ന സമയത്തിന് അനുയോജ്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിന് നല്ല ഒരു മാറ്റം തന്നെ ഉണ്ടാവും. അതിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ദോഷപരിഹാരങ്ങളും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം തന്നെയാണ് ഇനിയും പറയാനുള്ളത്. 200 വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ 25 മുതൽ മെയ് 25 വരെ 200 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇനി അത് ഉണ്ടാകുന്നത് ഈ ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ 200 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ 200 വർഷത്തിന് ശേഷം വരുന്ന ഒരു യോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അർദ്ധകേന്ദ്ര യോഗം എന്ന് പറയും. അതായത് വ്യാഴവും സൂര്യനും ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന അർദ്ധകേന്ദ്ര യോഗമാണ് ഏപ്രിൽ 25 മുതൽ മെയ് 25 വരെയുള്ള ഒരു മാസക്കാല സമയത്ത് നിലനിൽക്കുന്നത്. വേദ ജ്യോതിഷത്തിൽ ശുഭഗ്രഹങ്ങളായി കണക്കാക്കുന്ന 2 ഗ്രഹങ്ങളാണ് സൂര്യൻ അല്ലെങ്കിൽ ആദിത്യൻ, വ്യാഴം അഥവാ ഗുരു. വ്യാഴവും സൂര്യനും ഒന്നിച്ചാൽ അനവധി ഗുണങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. ആ ഗുണങ്ങൾ ചില നക്ഷത്രക്കാരെ കേന്ദ്രീകരിച്ചാണ് നിലനിൽക്കുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അകലുകയും ജീവിത പ്രശ്നങ്ങളൊക്കെ മറിഞ്ഞ് നന്മയുടെ രീതിയിൽ വളരെ ആനന്ദത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി ഒരുക്കുകയും വിദ്യയിലും തൊഴിലിലുമൊക്കെ വളരെ നന്നായി ശോഭിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന, അതുപോലെ തന്നെ ജീവിതത്തിൽ സമ്പത്തുണ്ടാക്കാനുള്ള പല അവസരങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന കാലവും ഈ പറയുന്ന അർദ്ധകേന്ദ്ര യോഗം വഴി ഉണ്ടാകും. നിലവിലെ സൂര്യൻ മേടം രാശിയിലേക്കും വ്യാഴം ഇടവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഏപ്രിൽ 25-ന് ഇരു ഗ്രഹങ്ങളിലും ചലനമാറ്റമുണ്ടാകും. അർദ്ധകേന്ദ്ര യോഗം അപ്പോൾ രൂപപ്പെടുകയും ചെയ്യും. ഇതിലൂടെ 4 കൂറുകാർക്ക് സൗഭാഗ്യങ്ങളുണ്ടാവാം. അതിൽ ആദ്യത്തെ കൂറ് മിഥുനക്കൂറാണ്. മകയിരം പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് അർദ്ധകേന്ദ്ര യോഗം വഴി വളരെ സമൃദ്ധിദായകമായൊരു ജീവിതം വന്നു ചേരാൻ പോവുകയാണ്. പല പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യാൻ കഴിയും. യാത്രകളിൽ അനവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. പങ്കാളിയുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയും. അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അകന്ന് കഴിയുന്നവർക്ക് പോലും അടുക്കുവാനുള്ള, അല്ലെങ്കിൽ വിദ്വേഷങ്ങളും ദേഷ്യങ്ങളും ഒക്കെ ഒഴിവാക്കി ഒന്നുചേരാനുള്ളൊരു ഭാഗ്യം ഈ അർദ്ധകേന്ദ്ര യോഗം വഴി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിൽ വലിയ നേട്ടമുണ്ടാകാൻ ചാൻസ് ഉണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഇനി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാനും കഴിയും. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല ഉദ്യോഗങ്ങൾക്കും പ്രമോഷൻ സാധ്യത കാണുന്നുണ്ട്. മകയിരം, തിരുവാതിര, പുണർതം നാളുകാരുടെ ജീവിതത്തിൽ
പ്രമോഷനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിലൂടെ വലിയ ശമ്പള വർധനവിനും സാധ്യം കാണുന്നുണ്ട്. കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാനുള്ള കാലമാണ്. കല്യാണം, പുതിയ വീട് വയ്പ്, പുതിയ വീട് പൂർണ്ണമാക്കി പാലുകാച്ചൽ കർമ്മം, അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കൽ തുടങ്ങിയ പുതിയ നല്ല നല്ല കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഈ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആഗ്രഹിച്ചതിനേക്കാൾ അധികം സൗഭാഗ്യങ്ങൾ കയ്യിൽ വരുന്ന കുറച്ച് സമയങ്ങളാണ് മകയിരം, തിരുവാതിര, പുണർതം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ 25 മുതൽ മെയ് മാസം 25 വരെയുള്ള ഒരു മാസക്കാലം എന്ന് പറയുന്നത്. വളരെ കാര്യമായിട്ട് ദൈവികമായ ശക്തികളോട് പ്രാർത്ഥിച്ച് ഉപാസനാമൂർത്തികളെയൊക്കെ ഉപാസിച്ച് വരാൻ കഴിയുന്ന സൗഭാഗ്യങ്ങളെല്ലാം വരണമേ എന്ന് ദൈവത്തോട് അനുഗ്രഹ രൂപേണ ഏറ്റുവാങ്ങാൻ തയ്യാറായി പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് സംഭവിക്കാം. മാനസിക വിഷമങ്ങൾ ഇവരിൽ നിന്നും അകന്നു മാറും. നേട്ടങ്ങൾ അനവധി ഉണ്ടാകും. നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു സമയവും കൂടിയിട്ടാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അർദ്ധകേന്ദ്ര യോഗം. അടുത്തതായി അർദ്ധകേന്ദ്ര യോഗത്തിൻ്റെ ഫലം ലഭിക്കാൻ പോകുന്നത് വൃശ്ചികം രാശിക്കാർക്കാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നാളുകൾക്കാണ് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വലിയ ഭാഗ്യമുണ്ടാകും. വലിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. എംപ്ലോയ്മെൻ്റ് വഴിയെങ്കിലും ഒരു ഗവൺമെൻറ് ജോലിക്ക് സാധ്യത കാണുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നേട്ടങ്ങൾ നന്നായി. വിദ്യാർത്ഥികൾക്ക് യശസ്സും കീർത്തിയും വർദ്ധിപ്പിക്കുന്ന നിലവാരത്തിലുള്ള ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സമയമാണിത്. പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്നതാണ്. സാഹിത്യം, അതുപോലെ തന്നെ കല, കായികം, രാഷ്ട്രീയം, സാമൂഹികം തുടങ്ങിയ മേഖലകളുമായി മുന്നോട്ട് പോകുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതിന് കാരണമാകും. കർമ്മമണ്ഡലത്തിൽ സ്ഥിര ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിയിൽ വളരെ വളരെ സ്ഥിര ഉത്സാഹിയായി മറ്റുള്ളവരുടെ അനുമോദനങ്ങൾ ലഭിക്കുന്നതിന് പാത്രീഭൂതരാകും. പ്രത്യേകം പറയുന്നു, രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. നേതൃത്വ സ്ഥാനങ്ങളൊക്കെ ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരും. സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഒരു വലിയ ഭാഗ്യമുണ്ടാകുന്നുണ്ട്. ഈ അർദ്ധകേന്ദ്ര യോഗം അതൊക്കെ വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നാളുകാരിൽ ഉണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യും. സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കും. കടബാധ്യതകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള സമയമാണ്. ദാമ്പത്യം നല്ല രീതിയിലെത്തും. അതുപോലെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം അതുപോലെ തന്നെ അത് വളരെ ശാന്തമായിരിക്കും, വളരെ സന്തോഷകരമായിരിക്കും. കുട്ടികളെ കൊണ്ടൊക്കെ പ്രശസ്തി ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുന്നതിനായിട്ട് നല്ല ഓഫറുകൾ തേടിയെത്തും. അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ചില നല്ല ഓഫറുകൾ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ നല്ല സാലറിയോടുകൂടി ചില മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാനുള്ള അവസരം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഥവാ വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നാളുകാർക്ക് ഉണ്ടായിത്തീരും. അടുത്തത് ഇടവം രാശിയാണ്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം പകുതി ചേർന്ന് വരുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇടവത്തിൽ നിൽക്കുന്നതിനാൽ തന്നെ ഇടവം രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈ അർദ്ധ കേന്ദ്ര യോഗത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്ന ഒരു രാശിയാണ് ഇടവം രാശി എന്ന് പറയുന്നത്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം പകുതി തുടങ്ങി നക്ഷത്രക്കാർക്കാണ് നല്ല തരത്തിൽ ഇതിൻ്റെ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നത്. ആഗ്രഹിച്ച പോലെ കരിയറിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെങ്കിൽ വിധി അനുകൂലമായി തന്നെ വരും. അതുപോലെ തന്നെ പുതിയ സ്ഥലം വാങ്ങാൻ യോഗമുണ്ട്. ബിസിനസ് നടത്തുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചെറുതും വലുതുമായ ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് നേട്ടങ്ങൾ വളരെ അനുകൂലമായിട്ട് പ്രതീക്ഷിക്കാം. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭവിഹിതം കൂടുതലാണ്. അതായത് 2 പേരോ 3 പേരോ ചേർന്ന് ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് വലിയ ലാഭം ഉണ്ടാകും. അത് വളരെ ആഹ്ലാദത്തോടു കൂടി അനുഭവിക്കുവാനുള്ള ഭാഗ്യവും കാർത്തിക, രോഹിണി, മകയിരം നാളുകാർക്കുണ്ട്.